ഹലോ ഫ്രണ്ട്സ്, സീടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വന്നിരിക്കുന്ന ഒരു ലോക്കൽ LED TV ആണ്. പടമില്ലെന്നാണ് പറയുന്നത് കസ്റ്റമറുടെ കംപ്ലൈന്റ്. നമുക്ക് നോക്കാം. ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തു, പക്ഷേ സ്ക്രീനിലൊന്നുമില്ല. ബ്ലാങ്ക് ആണ് സ്ക്രീൻ, വെട്ടമില്ല. ഇപ്പോൾ ബാക്ക് ലൈറ്റ് ഇഷ്യൂ ആണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് എന്താ കംപ്ലൈന്റ് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ TV ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് മദർ ബോർഡ്. ഇത് ടീകോൺ ആണ്. ഇത് ടീകോൺ വെക്കുന്ന സൈസ് പാനലാണ്. WHB 320 N56 എന്ന് പറഞ്ഞ പാനലാണിത്. HB 320 WHB N56 അതാണ് ഈ പാനല്. ഇപ്പം മദർ ബോർഡിൽ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ ബൾജ് ചെയ്ത് നിൽക്കുന്ന കാണാം. പക്ഷെ ബാക്ക് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഈ കപ്പാസിറ്റർ. ഇത് നമ്മൾ ഈ SN ട്രാൻസ്ഫോമറിന് ഈ 12 വോൾട്ട് ബാക്ക് കൺട്രോളിന് വരുന്ന വർക്കിംഗ് വോൾട്ടേജിന് വരുന്ന കപ്പാസിറ്ററാണിത്. ഇത് നമ്മളെന്തായാലും മാറണം. നമ്മൾ കണ്ട സ്ഥിതിക്ക് നമ്മളിത് മാറണം. ബാക്ക് ലൈറ്റിൻ്റെ കപ്പാസിറ്ററുകൾ ഇതാണ്. പക്ഷെ അത് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ബൾജ് ചെയ്ത് നിൽക്കുന്നില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുത്തെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യണം. TV ഓൺ ചെയ്യുമ്പോൾ ബാക്ക് ലൈറ്റിനുള്ള വോൾട്ടേജ് വരുന്നുണ്ടോയെന്ന്. ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് ലൈറ്റ് മാറണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈവർ സെഷൻ കംപ്ലൈൻ്റ് ആണ്, അത് നോക്കണം. അപ്പം നമുക്ക് ബാക്ക് ലൈറ്റിൻ്റെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മദർ ബോർഡിൽ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബാക്ക് ലൈറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ബാക്ക് ലൈറ്റ് ടെസ്റ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് ലൈറ്റ് ടെസ്റ്റർ ഓൺ ചെയ്ത് നമുക്ക് ബാക്ക് ലൈറ്റ് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. (63.7 വോൾട്ട് ലോഡ് എടുക്കുന്നുണ്ട്. നമ്മുടെ ബാക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നമ്മുടെ ബാക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ബാക്ക് ലൈറ്റ് കത്തുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കുക, അത് അറിയാൻ പറ്റും. ബാക്ക് ലൈറ്റ് കത്തുന്നുണ്ട്. 63.7 വോൾട്ട് ലോഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ മദർ ബോർഡിൽ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഈ ബാക്ക് ലൈറ്റ് ടെസ്റ്റർ മാറ്റിയാണ്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് മൾട്ടിമീറ്റർ ആണ്. മൾട്ടിമീറ്റർ ഞാൻ DC 200 സെറ്റ് ചെയ്ത് നമ്മൾ ആ TV സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ വോൾട്ടേജ് ഒന്ന് വരത്തുള്ളൂ. അതുകൊണ്ട് TV ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പ്രോബ് ബാക്ക് ലൈറ്റിൻ്റെ പോയിന്റിൽ അവിടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വോൾട്ടേജ് വരുന്നത് അറിയാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് അവിടെ ലോഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജ് കുറഞ്ഞു പോകും. ഞാൻ TV ഓൺ ചെയ്തിട്ടുണ്ട്. TV ഓൺ ചെയ്ത് സ്റ്റാൻഡ് ബൈ ലൈറ്റ് കത്തിയിട്ടുണ്ട്.
മീറ്ററിന്റെ പ്രോബ് അവിടെ വെച്ചു. ഇപ്പൊ 36 വോൾട്ട് ഇവിടെ ഉണ്ട്. വോൾട്ടേജ് ഹൈ ആവുന്നുണ്ടോ നമ്മൾ നോക്കണം. ഞാൻ ടി വി ഓൺ ചെയ്യാൻ പോവുകയാണ്. ടി വി ഓൺ ചെയ്തു. ഓക്കെ, ബാക്ക് ലൈറ്റിന്റെ വോൾട്ടേജ് വന്ന് കൂടിയിട്ട് പോയിട്ടുണ്ട്. ഒന്നുകൂടെ കാണിക്കാം. സ്റ്റാൻഡ് ബൈയിൽ 36 വോൾട്ട് ഉണ്ട്. ഞാൻ ടി വി ഓൺ ചെയ്യുവാണ്. ഓൺ ചെയ്തു. ഇപ്പൊ ബാക്ക് ലൈറ്റ് വോൾട്ടേജ് വരണം. ഓക്കെ, വോൾട്ടേജ് ഹൈ ആയിട്ട് ലോ ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡ്രൈവ് വർക്കിംഗ് ആണ്. ഞാൻ ടി വി ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലേ? ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് വെച്ച് നോക്കി വർക്ക് ചെയ്യുന്നുണ്ട്, ഡ്രൈവ് വോൾട്ടേജ് എടുക്കുന്നുണ്ട്, പിന്നെന്താ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യാത്തത് നമുക്ക് സംശയം ഉണ്ടാവും. ഇത് ഇപ്പോൾ ബാക്ക് ലൈറ്റ് തന്നെയാണ് ഇത് കംപ്ലൈൻറ്റ്. കാര്യം ഇതിനകത്ത് നമ്മൾ ഡ്രൈവ് എടുക്കുമ്പോൾ ഒരു 115 വോൾട്ട് വരെ ബൂസ്റ്റ് ചെയ്ത് വന്നിട്ടാണ് ബാക്ക് ലൈറ്റ് കത്തിയിട്ട് ആ വോൾട്ടേജ് സ്റ്റഡി ആവുന്നത്. പക്ഷേ നമ്മളൊരു ബാക്ക് ലൈറ്റ് ടെസ്റ്റർ വെച്ച് ഓൺ ചെയ്യുമ്പം അവിടെ ഒരു 300 വോൾട്ട് വന്നിട്ടാണ് ആ LED കത്തുന്നത്. അതുകൊണ്ടാണ് ചെറിയ ഡാമേജ് ഒക്കെ ഉള്ള LED കത്തുകയും ചെയ്യും. ഓപ്പൺ ആയി പോയിട്ടില്ലെങ്കിൽ ആ LED മൊത്തം, ചിലപ്പോൾ അകത്ത് മൊത്തം കത്തണമെന്നില്ല, എന്നാലും ആ LED വർക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കംപ്ലൈൻറ്റ് നമ്മുടെ ബാക്ക് ലൈറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ബാക്ക് ലൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതിൻ്റെ ബാക്ക് ലൈറ്റ് മാറിയിട്ടുണ്ട്. ഇതായിരുന്നു ബാക്ക് ലൈറ്റ് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ കപ്പാസിറ്റർ മാറിയിട്ടുണ്ട്. 470/25 മാറിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ബാക്ക് ലൈറ്റ് മാറുന്ന വീഡിയോയുടെ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സംശയമുള്ളവർക്ക് അത് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ പവർ കോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഊരിയിട്ടേക്കുമായിരുന്നു, അത് കണക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അതുപോലെ കൺട്രോൾ പാനലിൻ്റെ സോക്കറ്റ് ഊരിയിട്ടേക്കുമായിരുന്നു, അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്റ്റാൻഡ് ബൈ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടുണ്ട്. ബാക്ക് ലൈറ്റ് വന്നു, കാണിക്കാം. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടുന്ന് പൊക്കി ഇത്രേ കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ ടി വി തിരിച്ച് വെച്ച് വീഡിയോ ഇട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ടി വി തിരിച്ച് വെച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്ലൂ സ്ക്രീൻ വന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ ലേറ്റസ്റ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.